ഇന്ത്യയിലും HMPV രോഗബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വൈറസ് ബാധ ആദ്യ കേസ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര, ഡൽഹി സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ശ്രീജ ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വൈറസ് ചൈനീസ് വേരിയന്റ് ആണോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ എന്നാലും ജാഗ്രത വേണ്ടിവരും. കാരണം ചൈനയിലൊക്കെ വ്യാപകമായി ഈ വൈറസ് കാര്യമായി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം? ഏറ്റവും ആദ്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത് ആദ്യ കേസ് ഇന്ത്യയിൽ ഈ HMP വൈറസ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ബാധ ഇന്ത്യയിൽ ആദ്യമായി ബംഗളൂരുവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കർണാടക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ദേശീയ ആരോഗ്യ മന്ത്രാലയത്തെയും ഈ വിവരം ധരിപ്പിച്ചു. അങ്ങനെ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. 8 മാസം പ്രായമായ ഒരു കുഞ്ഞിൽ HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൈനയിൽ പടർന്നു പിടിക്കുന്ന HMP വേരിയന്റ് ആണോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ല. കാരണം HMP വൈറസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉള്ള വൈറസാണ്. അത് സാധാരണഗതിയിൽ ജലദോഷവും ചുമയും പനിയും ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടാക്കി കടന്നു പോകുന്ന, നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ഫ്ലൂ ലക്ഷണങ്ങളോടെ വരുന്ന വൈറസ് ബാധയ്ക്ക് സമാനമാണിത്. ഇത് മുൻപും ഇന്ത്യയിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കയുടെ സാഹചര്യം ഉണ്ടാവുന്നത് ചൈനയിൽ ഈ വൈറസ് ബാധ വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയും ചൈനയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു, ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇത് ആശങ്കയായി മാറുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി അവരൊരു സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്, ദേശീയ തലത്തിൽ ഇന്ത്യ സജ്ജമാണ് എന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. കേരളവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പറഞ്ഞത് ഈ പ്രവാസികൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ തന്നെ, വന്നു പോകുന്ന സ്ഥലമായതിനാൽ തന്നെ കേരളവും സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ബംഗളൂരുവിൽ ഇപ്പോൾ ഈ 8 മാസം പ്രായമായ കുഞ്ഞിന്റെ കാര്യത്തിൽ രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. എന്തായാലും പരിശോധന വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഈ തരത്തിൽ വരുന്ന കേസുകൾ, അതായത് ചുമ, ശ്വാസതടസ്സം, പനി എന്നീ ലക്ഷണങ്ങളോടെ വരുന്ന എല്ലാ അസുഖങ്ങളെയും കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കർണാടകയിൽ 8 മാസം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടിക്ക് ട്രാവൽ ഹിസ്റ്ററി ഇല്ല, എവിടെയെങ്കിലും യാത്ര ചെയ്തതായുള്ള ഹിസ്റ്ററി ഇല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് റിസർച്ച് സെൽ കോർഡിനേറ്റർ ചെയർമാൻ ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജീവ് ജയദേവൻ, ഇത് നമ്മൾ ഈ കോവിഡ് പോലെ ഗുരുതരമല്ല, താങ്കളുടെ ഒരു ലേഖനം തന്നെ ഞാനിപ്പോൾ വായിക്കുകയായിരുന്നു. COVID-19 പോലെ ഗുരുതരമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കില്ലർ വൈറസ് അല്ല. പക്ഷേ ഇത് ഇന്ത്യയിലും കണ്ടെത്തി എന്നുള്ളത് എന്തെങ്കിലും നമുക്ക് ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെ കാണേണ്ടതില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്ത് പലതവണ ജലദോഷം വന്നു പോയിട്ടുള്ളവരാണ്. നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ജലദോഷം വരാറുണ്ട്. എന്നാൽ ഈ ജലദോഷം വരുന്ന ഒരു കുട്ടിയുടെ സ്വാബ് എടുത്ത് നമ്മൾ PCR ടെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യുകയില്ല. കാരണം അത് താനെ മാറുന്ന രോഗമായതുകൊണ്ട് ഇത് ഏത് വൈറസ് ആണെന്നൊന്നും നമ്മൾ സ്ഥിരീകരിക്കാറില്ല. എന്നാൽ ചൈനയിലും മറ്റുമൊക്കെ ഇത് ഈ ജലദോഷം വരുമ്പോൾ പോലും അവര് ഇതിന്റെ സ്വാബ് എടുത്ത് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ HMPV എന്നുള്ള വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല നമ്മുടെ രാജ്യത്തും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാം ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണിത്. ഇത് ജലദോഷം ഉണ്ടാക്കുന്ന മറ്റനേകം വൈറസുകളുണ്ട്. അവയുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞു ബോർഡിപ്പിക്കുന്നില്ലെങ്കിലും ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണ്. ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും മിക്കവർക്കും തന്നെ ഒരിക്കലെങ്കിലും HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കുട്ടികൾ പലപ്പോഴും മൂക്കലിപ്പുമായിട്ട് നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലെല്ലാം ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാകുന്നത് പലപ്പോഴും HMPV കൊണ്ടാണ്. അത് നമ്മൾ പരിശോധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ വാർത്ത കേൾക്കുമ്പോൾ ഇത് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഇവിടെ എത്തിയ ഒരു വൈറസ് എന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെയല്ല. കാരണം ഇവിടെ എന്നും ഉണ്ടായിരുന്ന ഒരു ജലദോഷ വൈറസ് തന്നെയാണ്. ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൊണ്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മാത്രം. ഈ ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകൾ പക്ഷെ അത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ അത്ര ശുഭകരമല്ല. കാരണം അവിടെ ഹോസ്പിറ്റലുകൾ നിറയുന്നു, അതിലൊക്കെ എത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ചൈനയിൽ നിന്ന് നമുക്ക് വ്യക്തമായി വാർത്തകൾ പുറത്തേക്ക് വരുന്ന ഒരു രാജ്യവുമല്ല. മരണങ്ങൾ സംഭവിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചൈനയിൽ 2022 മുതൽ, നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം. 2022 ചൈന അവരുടെ സീറോ കോവിഡ് പോളിസി ലിഫ്റ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമായിട്ട് ഏകദേശം അടച്ചിട്ടിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ചൈന, കോവിഡിനെ ഭയന്നിട്ട്.
എന്നാൽ നമ്മൾ ബാക്കി രാജ്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തുറന്നിരുന്നു. പക്ഷേ ചൈന 2022 ഇത് രാജ്യം തുറന്നു കൊടുക്കുന്നത്. അത് ശൈത്യകാലത്താണ് തുറന്നു കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അന്ന് ഒരുപാട് പേർക്ക് കോവിഡും മറ്റ് അനുബന്ധ രോഗങ്ങളും മറ്റു വൈറൽ രോഗങ്ങളും എല്ലാം വരികയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊന്നും കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ലഭ്യമല്ല. നമുക്കറിയാം, അടച്ചിട്ടിരുന്ന ഒരു രാജ്യം തുറക്കുമ്പോൾ പ്രത്യേകിച്ചും ശൈത്യകാലത്ത് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് രോഗമുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഔട്ട്ബ്രേക്ക് ആണ് 2023 ഡിസംബറിലും ഉണ്ടായത്. കാരണം ശൈത്യകാലം നമുക്കറിയാം, ചൈന അങ്ങ് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതിശൈത്യമുള്ള പ്രദേശങ്ങൾ അവിടെയുണ്ട്, പ്രത്യേകിച്ചും അതിന്റെ വടക്കൻ പ്രവിശ്യകളിൽ. വിന്റർ ആകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വലിയ ആശുപത്രികളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അതിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ചൈനയുടെ പൊതുജനാരോഗ്യ രംഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആശുപത്രികളിൽ പോകാനാണ് താല്പര്യം. വളരെ നിസ്സാരമായിട്ടുള്ള വെറും ഒരു ജലദോഷം മൂക്കലിപ്പാണെങ്കിൽ പോലും പ്രത്യേകിച്ചും കുട്ടികൾക്ക് വരുമ്പോൾ പേരൻസ് ആശങ്കപ്പെടുകയും അവരെ വലിയ ആശുപത്രികളിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്യും. അങ്ങനെ നിരവധി പേർ ചെയ്യുമ്പോൾ എന്താണ് അവർ സംഭവിക്കുക? ആശുപത്രികളിൽ തിരക്ക് അനുഭവപ്പെടും. ഇനി അവിടെയുള്ള മറ്റൊരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. അത് വളരെ വിചിത്രമായൊരു സവിശേഷതയാണ്. അതായത് അവിടെ പൊതുവെ കുട്ടികൾക്ക് ഈ പനിയും മറ്റും വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ IV ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി അവിടെയുണ്ട്. അത് കൊടുക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ പോലും പേരൻസ് വഴക്കിട്ട് അവർ വാശി പിടിച്ച് കുട്ടികൾക്ക് ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു ടെൻഡൻസി അവിടെയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2023 ചില ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഡ്രിപ്പ് എടുത്തുകൊണ്ട് ഹോംവർക്ക് ചെയ്യുന്ന സ്കൂൾ കുട്ടികൾ ചൈനയിൽ എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഇത് അവിടുത്തെ രീതിയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് ഡ്രിപ്പിലല്ല പ്രശ്നം വരുന്നത്. ഒരാളെ 10-15 മിനിറ്റോ കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു രോഗിയെ 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഒരു ആശുപത്രിയിൽ പിടിച്ചിരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കിടത്തുകയാണെങ്കിൽ എത്രമാത്രം തിരക്ക് അവിടെ അനുഭവപ്പെടും എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചൈനയിലെ ആശുപത്രികളിൽ ശൈത്യകാലത്ത് തിരക്കുണ്ടാകുന്നുണ്ട്. ഈ തിരക്കുള്ള ദൃശ്യങ്ങൾ എടുക്കുകയും വാട്സാപ്പിലും മറ്റ് അവരുടെ സോഷ്യൽ മീഡിയയിലും വഴി ഭയപ്പെടുത്തുന്ന തലക്കെട്ടോടുകൂടി, തെറ്റായിട്ടുള്ള തലക്കെട്ടോടുകൂടി ചില അവിടെയുള്ള വ്യക്തികൾ തന്നെ പ്രചരിപ്പിക്കുകയും ഈ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചൈനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന നിരവധി യൂട്യൂബ് ചാനലുകളുണ്ട്. ഇവയൊന്നും എവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഡസനിലധികം യൂട്യൂബ് ചാനലുകൾ ചൈനയെ പറ്റി നിരന്തരം തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ചാനലുകളുണ്ട്. ഇവ എടുക്കുകയും അത് ചൈനയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് അവരെ വരുത്തി തീർക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ ചില ശകലങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും എത്തിച്ചേരുന്നത്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, അതായത് ഇതിന്റെ ഈ ലക്ഷണങ്ങൾ 2001 കണ്ടത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ മാത്രമാണോ? അതിനപ്പുറത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ സാധാരണ? നല്ല ആരോഗ്യമുള്ള ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പനി, ജലദോഷം ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൂക്കടപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രം. ചിലർക്ക് ഫ്ലൂവിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ശരീരവേദന അതെല്ലാം ഉണ്ടായിരിക്കാം. എങ്കിലും ആരോഗ്യം ക്ഷയിച്ച വ്യക്തികൾ, ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നവർ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ശ്വാസകോശ സംബന്ധ രോഗമുള്ളവർ, അല്ലെങ്കിൽ ഏറെ പ്രായം ചെന്നവർ, ആരോഗ്യം ക്ഷയിച്ചവർ, ഇവരിലെല്ലാം അല്പം കൂടി മറ്റേത് അണുബാധ തീവ്രമാകുന്നത് പോലെയും HMPVയും തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രത്യേക പരാമർശമുള്ളത് ഇവിടെ ഈ ആസ്മ ടെൻഡൻസിയുള്ള കുട്ടികളുണ്ട്. അതായത് വീസിങ്, വലിവ് എന്ന് വിളിക്കുന്ന ടെൻഡൻസിയുള്ള കുട്ടികളുണ്ട്. അത് അവർക്ക് ഏത് ഇതുപോലെയുള്ള ജലദോഷം വന്നാലും ഒരു ആസ്മ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഈ ശൈത്യകാലത്ത് കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരും പറയാറുണ്ട്, ഡോക്ടർമാർ പറയാറുണ്ട്. കാരണം അത് ആസ്മ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മിക്കവാറും ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആസ്മ എക്സാസബേഷൻ ഒരു കാരണമാണ് HMPV. മറ്റനേക വൈറസുകളോടൊപ്പം HMPVയും ആസ്മയുടെ ഒരു ആസ്മ മൂർച്ഛിക്കുന്നതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മറ്റ് പല വൈറസുകളും, RSV എന്ന് വിളിക്കുന്ന വൈറസുകളും എല്ലാം ഈ ഏജ് ഗ്രൂപ്പിൽ കണ്ടുവരാറുണ്ട്. ഏകദേശം 3-4 വയസ്സാകുന്നതോടുകൂടി മിക്ക കുട്ടികൾക്കും തന്നെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ HMPVയുടെ ഒരു തവണയെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടാകാം. വീണ്ടും അണുബാധ ഉണ്ടാകാൻ കഴിവുള്ള ഒരുതരം വൈറസാണ് HMPV. നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ, ഈ വിഷയത്തിൽ താങ്കൾ വിശദമായി സംസാരിച്ചതിന്. ശ്രീജ, അത് തന്നെയാണ്, അതായത് ഈ ബംഗളൂരുവിലെ വിഷയമാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കർണാടക ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ വിവരം അറിയിച്ചു എന്നുള്ള വിവരവുമുണ്ട്. മറ്റ് ചില സംസ്ഥാനങ്ങൾ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ചൈനയിലെ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ദേശീയതലത്തിലൊരു ജാഗ്രതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഡോക്ടർ രാജീവ് ഒക്കെ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട യാതൊരു പശ്ചാത്തലമില്ല എങ്കിൽ പോലും കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് ഏത് ശൈത്യകാലത്തും ഡോക്ടർ രാജീവ് പറഞ്ഞതുപോലെ ഏത് ശൈത്യകാലത്തും നമ്മൾ
പാലിക്കേണ്ട സ്വാഭാവികമായ ചില മുൻകരുതലുകളുണ്ട്, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ ചെറുക്കാൻ. ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ പ്രത്യേകത, സാധാരണ മനുഷ്യന്മാരിൽ ഇത് വളരെ സാധാരണ രീതിയിൽ ഒരു ജലദോഷമായി ഒക്കെ വന്നു പോകും. പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളവരിൽ, നമ്മൾ നേരത്തെ കോവിഡ് കാലത്ത് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കോമോർബിഡിറ്റീസ്, അത്തരം മറ്റ് അസുഖങ്ങൾ ഉള്ളവരിൽ ഇതെല്ലാം ഗുരുതരമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവായി ചെയ്യാൻ കഴിയുന്നത് ജലദോഷമോ ചുമയോ പനിയോ ഉള്ളവർ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, മാസ്ക് ഉപയോഗിക്കുക. ഗർഭിണികൾ, കുട്ടികൾ, പ്രായമായവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഇവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. നമുക്കറിയാം, മാസ്ക് ഉപയോഗിച്ചിരുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു. ആ രീതിയിൽ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. നമ്മുടെ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നിലവിലെ സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടെ തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും തൽക്കാലം ഭീതിപ്പെടേണ്ട പശ്ചാത്തലമില്ല. കാരണം സാധാരണ പനി പോലെ തന്നെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ഇതൊക്കെ വന്നു പോയിട്ടുണ്ടാവാം എന്ന് വേണം മനസ്സിലാക്കാൻ. കുട്ടികളിൽ സാധാരണയായി 5-6 വയസ്സ് മുൻപ് ഈ വൈറസ് ബാധ, വൈറസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഗുരുതരമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ COVID-19 ഒക്കെ പോലെ, COVID-19 വൈറസ് ഒക്കെ പോലെ അത്രത്തോളം ഗൗരവമായി കാണേണ്ട പശ്ചാത്തലവുമില്ല. ചൈനയിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഭീതിപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീജ ശ്യാമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.